Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning. Start ചെയ്യാം. Good morning. Morning. Start ചെയ്തോളൂ with prayer. Okay, prayer. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are filling, but for the shower we plead. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are filling, but for the showers we plead. Have a blessed day. തോട്ട് ഓഫ് ദി ഡേ ഞാനാണ് മിസ്സേ. Okay. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. നമ്മളിൽ പലരും റമദാൻ വ്രതം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റമദാൻ വ്രതാനുഷ്ഠാനം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. ഇത് മെറ്റബോളിസം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വിഷാംശം നീക്കം ചെയ്യാനും സഹായിക്കുന്നു. അത്താഴത്തിൽ പ്രോട്ടീൻ, നാരുകൾ അതായത് ഫൈബർ എന്നിവ ഉൾപ്പെടുത്തുകയും നോമ്പ് തുറക്കുമ്പോൾ വെള്ളം ധാരാളം കുടിക്കുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ നോമ്പ് കാലത്തിന് അത്യാവശ്യമാണ്. റമദാനും ആരോഗ്യവും പ്രധാന വശങ്ങൾ: ശരീര ശുദ്ധീകരണം. ദീർഘനേരത്തെ പട്ടിണി ശരീരത്തിന് വിശ്രമം നൽകുകയും വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ഭക്ഷണക്രമം. അത്താഴം ഇത് ഒഴിവാക്കരുത്. ദഹിക്കാൻ പ്രയാസമുള്ളതും എന്നാൽ ഊർജം നൽകുന്നതുമായ ഭക്ഷണങ്ങൾ ഓട്സ്, പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ കഴിക്കുക. നോമ്പുതുറ ഇഫ്താർ ഈത്തപ്പഴം, വെള്ളം എന്നിവയോടെ തുടങ്ങുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക. ജലാംശം. നോമ്പ് തുറന്ന ശേഷം അത്താഴം വരെ ധാരാളം വെള്ളം കുടിക്കുക. ഇത് നിർജ്ജലീകരണം തടയുന്നു. മാനസികാരോഗ്യം. വ്രതം സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുന്നു. രോഗികൾ, പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വ്രതമെടുക്കുക. ഗർഭിണികൾക്കും യാത്രക്കാർക്കും ഇളവുകളുണ്ട്. ആരോഗ്യകരമായ ശീലങ്ങൾ പാലിച്ച് റമദാന്റെ പൂർണ്ണ ആത്മീയവും ശാരീരികവുമായ പ്രയോജനം നേടാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു മിസ്. Okay. കഴിഞ്ഞോ? ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറച്ച് ലേറ്റ് ആയി കേട്ടോ ക്ലാസ്സിൽ വരാനായിട്ട്. 11:35 ഒക്കെ ആയി. ലേറ്റ് ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഇവിടെ ഇല്ലേ ഒന്നും ചിന്തിക്കേണ്ട. ഒരു ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് ലേറ്റ് ആവുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ യുദ്ധം കഴിഞ്ഞിട്ട് വന്ന പോലെ ഉണ്ടല്ലോ മുടിയെല്ലാം. എന്തോ അല്ല, ആ ക്ലാസ്സിൽ യുദ്ധം കഴിഞ്ഞിട്ട് വന്ന പോലെ ഉണ്ട് മുടിയെല്ലാം കാണുമ്പോ. ക്ലാസ് ഉണ്ടായില്ലല്ലോ. ഞാന് കുറച്ച് തിരക്കിലായി പോയി. കുറെ സ്ഥലങ്ങളിലെല്ലാം പോവാണ്ട് ഓരോ കാര്യങ്ങൾ കുവൈത്തിൽ പോകുന്നുണ്ടേന്. സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാല് അപ്പോ അതിന്റെ പേപ്പറെല്ലാം ശരിയാക്കണ്ട ഓട്ടത്തിലേന്. അതാ ഭയങ്കര സൈലന്റ് ആയിരുന്നു ക്ലാസ്. ആരും പറഞ്ഞു റീച്ചുമില്ല. അല്ലെങ്കിൽ ഞമ്മളുള്ളടത്ത് പിന്നെ പറയണ്ടല്ലോ. പിന്നെന്താണ് പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും? പറയൂ എന്തെങ്കിലൊക്കെ ചുമ്മാ.
ആ മിസ്സേ എല്ലാരും സുഖായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ടെമ്പിളിലൊക്കെ പോയായിരുന്നോ? നിങ്ങളുടെ അവിടെ ഉത്സവമൊക്കെയാന്ന് പറഞ്ഞു അല്ലേ? ഉത്സവമായിരുന്നു. ടെമ്പിളിലായിരുന്നു. മിസ് അതല്ലേ കഴിഞ്ഞ ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞ ഉത്സവത്തിന് പോയിട്ട് ക്ഷീണം പിടിച്ച് ഉറങ്ങാനൊന്നും അങ്ങനെ പറ്റിയില്ലാന്ന് കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്. അത് വേറെ ഉത്സവം. എന്റെ വീടിനടുത്തുള്ള ഉത്സവം. ആഹാ. ഇത് ഓഫീസിനടുത്തുള്ള ഉത്സവമായിരുന്നു. ആ മിസ്സേ. അപ്പൊ 2 ദിവസം ആകുമ്പോഴത്തേക്ക് പോയി. അതിനെ കുറച്ച് ഫിക്സ് ആണ് കണ്ടത്. ഓക്കെ. അപ്പൊ നമ്മള് പ്രിപ്പോസിഷൻ ആയിരുന്നു അല്ലെ. ഇൻ ആൻഡ് ഓൺ ഇത് രണ്ടും കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ അല്ലെ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. മിണ്ടുന്നില്ല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ അറ്റ് ആണ് കേട്ടോ. ചെക്ക് നോട്ട്ബുക്ക് ആൻഡ് പ്രിപ്പോസിഷൻ അറ്റ്. ഞാൻ ഇനി ടെക്സ്റ്റ് ചെയ്യില്ല കേട്ടോ. നിങ്ങളോട് പറയുന്നു നിങ്ങൾ എഴുതി വെക്കുന്നു. അത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ക്ലാസ്. മിക്ക ക്ലാസ്സിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. അപ്പൊ അറ്റ് എവിടേക്ക് യൂസ് ചെയ്യാം? ഓൾമോസ്റ്റ് നമ്മൾ അറ്റ് എവിടെ യൂസ് ചെയ്യാം അറിയാലോ. ടൈമില് ഓക്കെ. ടൈമിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ എവിടെയാ? പ്ലേസിൽ യൂസ് ചെയ്യില്ലേ? അറ്റ് ദ പ്ലേസ്. പ്ലേസ് യൂസ് ചെയ്യും. ടൈം, പ്ലേസ്, ദെൻ പോയിന്റ്സ് എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ടൈം, ദെൻ പ്ലേസ്, ദെൻ നൈറ്റ്, മിഡ് നൈറ്റ് എന്നെ കൂടെ നമ്മൾ അറ്റ യൂസ് ചെയ്യാം. നൈറ്റ് ഓർ മിഡ് നൈറ്റ്. പിന്നെ എവിടെയാ? പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങളുടെ ടെക്സ്റ്റില് ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ഫെസ്റ്റിവൽസ് ദാറ്റ് മാർക്ക് എ പോയിന്റ് ഇൻ ദ ഇയർ. ഓക്കെ. അറ്റ് ഈസ്റ്റർ, അറ്റ് ക്രിസ്മസ്, അറ്റ് ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നുണ്ടോ? ഹോളിഡേ എന്നുകൂടെ എഴുതി വെക്കും. ഹോളിഡേസിലും നമ്മള് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിലും നമ്മള് എന്താണ് യൂസ് ചെയ്യാറുണ്ട്. ഫെസ്റ്റിവൽസ് ഇത്രയും പ്ലേസസിലാണ് ഓൾമോസ്റ്റ് എന്താ യൂഷ്വലി നമ്മൾ അറ്റ് പ്രൊപ്പോസിഷൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് അല്ലെ. ടൈമിൽ ഒരു എക്സാക്ട് ടൈം പറയുമ്പോൾ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യാറ്. കറക്റ്റ് 10 മണിക്ക് മീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അറ്റാണ് യൂസ് ചെയ്യാറ്. ഇങ്ങനെയപ്പോ we will meet at 10 AM. നമുക്ക് 10 മണിക്ക് കാണാം. meet at 10 AM എന്ന് പറഞ്ഞു. അപ്പൊ എക്സാക്ട് ടൈം അത് ടൈമിൽ വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനി ഏകദേശം 10 മണി എന്നൊന്നല്ല, കറക്റ്റ് 10 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം എന്നാണെങ്കിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ. ഓക്കെ. പിന്നെ എന്താണ് നൈറ്റ്? നമ്മള് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഇൻ ആണ് പറഞ്ഞത്. ഇവിടെ നൈറ്റിൽ നമ്മൾ അറ്റാണ് അല്ലെ. I always go to bed at night. Midnight എന്ന് പറഞ്ഞു. അപ്പൊ നൈറ്റോ മിഡ് നൈറ്റോ വരികയാണെങ്കിൽ നമ്മള് വേറെ പ്രപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അറ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ചോദിച്ചു നൈറ്റിന്റെ കൂടെ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അറ്റാണ് യൂസ് ചെയ്യാറ്. ഓക്കെ. ദെൻ അപ്പൊ ടൈം കഴിഞ്ഞു, നൈറ്റ് മിഡ് നൈറ്റ് കഴിഞ്ഞു. ഇനി പ്ലേസ് അല്ലെ. പ്ലേസ് നമ്മൾ ഇൻ പ്രപ്പോസിഷൻ പറഞ്ഞപ്പോ പ്ലേസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ. ഐ വാസ് ഇൻ ഡൽഹി എന്നൊക്കെ പറയുമ്പോ പ്ലേസ് യൂസ് ചെയ്യാം. ഇവിടെയും പ്ലേസ് യൂസ് ചെയ്യാം. പക്ഷെ എന്താണ്, ഒരു എക്സാക്ട് ലൊക്കേഷൻ ആയിരിക്കണം, കറക്റ്റ് ലൊക്കേഷൻ ആയിരിക്കണം. ഇപ്പൊ ഞാനിപ്പോ എവിടെയാണെന്ന് ചോദിച്ചാല് ഐ ആം അറ്റ് ഓഫീസ് എന്ന് പറയാം. ഞാനിപ്പോ ഓഫീസിലാണ്, ഐ ആം അറ്റ് ഓഫീസ്. ആ ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നൗ ഐ ആം അറ്റ് ഓഫീസ് ഇൻ പറവൂർ. പറവൂരില് ഓഫീസിലാണ് ഞാനിപ്പോ ഉള്ളത്. അപ്പോ കറക്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ കറക്റ്റ് ഒരു എക്സാക്ട് പ്ലേസ് പറയണമെങ്കിൽ മാത്രമാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോയി അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോ പറവൂരാണെന്ന് പറഞ്ഞെങ്കിൽ ഐ ആം അറ്റ് പറവൂർ എന്ന് പറയാം. Just wait.
ഓക്കെ, അപ്പോ ഞാനിപ്പോ പറവൂരാണെന്ന് പറഞ്ഞെങ്കിൽ എറണാകുളത്ത് പറവൂരാണെങ്കിൽ പറവൂർ ഇൻ എറണാകുളം എന്ന് പറയും. നിങ്ങൾ ഇപ്പോൾ നിലവിൽ എവിടെയാണ് എന്ന് ചോദിച്ചാല് ചേച്ചി പറയാം. അല്ലാതെ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് ശരിക്കും? നിങ്ങൾ എല്ലാവരും ഇപ്പൊ എവിടെയാണ്? Where are you now? Right now. ഓൺലൈൻ ക്ലാസ്. No. ഞങ്ങളിപ്പോ വീട്ടിലാണ് അല്ലെ? You are at home. Yeah. Okay. അപ്പൊ അങ്ങനെയാണ് പറയാം. ഒരു എക്സാക്ട് പ്ലേസ് വരുമ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്. Then പിന്നെന്താണ് ഹോളിഡേ പറഞ്ഞു, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് പറഞ്ഞു. ഫെസ്റ്റിവൽസിന്റെ കൂടെ നമ്മൾ അച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു എക്സാക്ട് ടൈം അങ്ങനെയല്ല, ഒരു ഡ്യൂറിങ് ആണ് ഉദ്ദേശിക്കുക. മീൻസ് ക്രിസ്മസ് ടൈമിൽ നമുക്ക് മീറ്റ് ചെയ്യാം, മീറ്റ് അറ്റ് ക്രിസ്മസ് എന്നാണെങ്കിൽ ക്രിസ്മസ് ആ ഒരു കൈൻഡ് ഓഫ് പീരീഡിൽ നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊരു മീനിങ്ങിലാണ്. അതേസമയം we will meet at അല്ലെങ്കിൽ we will meet on ക്രിസ്മസ് ഡേ എന്നാണെങ്കിൽ ആ ക്രിസ്മസിന്റെ ആ ദിവസം മീറ്റ് ചെയ്യാം. അച്ച് എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ ഡ്യൂറിങ് പീരീഡ് എന്ന് വരുമ്പോഴാണ് അച്ച് വരാം. അത് ന്യൂ ഇയർ ആകാം, റംസാൻ ആകാം. ഓക്കെ, അവിടെ ഡേ മെൻഷൻ ചെയ്യുന്നെങ്കിൽ ഓണം, അല്ലാതെ ഒരു ഫെസ്റ്റിവൽ മെൻഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അച്ച് യൂസ് ചെയ്യാം. യൂസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഓക്കെ, ക്രിസ്മസിന് മീറ്റ് ചെയ്യാം, അറ്റ് ക്രിസ്മസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺ ക്രിസ്മസ് ഡേ എന്ന് പറയാം. ഒരു ഡേ വന്നതുകൊണ്ടാണ് ഓൺ പറഞ്ഞത്. അപ്പൊ ഓൺ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ്, ആ ദിവസം തന്നെ മീറ്റ് ചെയ്യാം, അത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അച്ഛനെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയോ? ടൈം, നൈറ്റ്, മിഡ് നൈറ്റ്, പ്ലേസ് ആൻഡ് ഫെസ്റ്റിവൽസ് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഈ പോയിന്റ്സ് വെച്ചിട്ട് എത്ര പോയിന്റ്സ് പറഞ്ഞു? ടൈം, നൈറ്റ്, പ്ലേസ്, പിന്നെ ഫെസ്റ്റിവൽ അല്ലെ? 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. സോ ഒരു 5 എക്സാമ്പിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ടെക്സ്റ്റ് ടു മീ എല്ലാവരും. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. മിസ്റ്റേക്സ് ഒന്നും നോക്കണ്ട, മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല, ടെക്സ്റ്റ് ചെയ്യാം. മിസ് എന്തിനെ കുറിച്ചിട്ട് എഴുതാനാ ഇപ്പൊ പറഞ്ഞേ? ഇപ്പോ പ്രിപ്പോസിഷൻ അറ്റെടുത്തല്ലോ, അതിന്റെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിന് ബേസ് ചെയ്തിട്ട് ഒരു 5 എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ചെയ്തോളൂ കേട്ടോ. ഓക്കെ.
ഓക്കെ, ഷൈമ ചിൽഡ്രൻ ആണോ ചിൽഡ്രൻസ് ആണോ? Children's, ma'am. എന്തോ Children's. ചിൽഡ്രൻസ് ആണോ ചിൽഡ്രൻ ആണോ? Children's. ഷുവർ. തെറ്റാ? പിന്നെ തെറ്റാണ്, പെട്ട തെറ്റാണത്. ചൈൽഡ് ആണ് എന്ത് സിംഗുലർ, അതിന്റെ പ്ലൂറൽ ആണ് എന്ത് ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത്. ചൈൽഡ് സിംഗുലർ, അതിന്റെ പ്ലൂറൽ നൗ ചിൽഡ്രൻ ആണ്. അത് ഓൾറെഡി ചിൽഡ്രൻ പ്ലൂറൽ ആണ്, പിന്നെ നമ്മൾ അവിടെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് റോങ് ആണ് കേട്ടാ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിൽഡ്രൻസ് ഇല്ല, എങ്ങനെ മാം? ചിൽഡ്രൻ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ചിൽഡ്രൻസ് എന്ന് പറയരുത്. ആ മാം അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ നമുക്ക് ചൈൽഡ്. ഓക്കെ. പിന്നെ നമുക്ക് പറയാം ഈ അപ്പോസ്ട്രോഫി വെച്ചിട്ട് പറയാം, അത് കുട്ടികളുടെ ഒരു മീനിങ് വരും. ഓക്കെ, the shop closes at 10 o'clock. I am at this restaurant. You can check it. Yeah, okay, like some correct ആണ്. Yeah, correct. Okay, ഇപ്പൊ എല്ലാവരും നമ്മൾ ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. കറക്റ്റ് ആണ്, മിക്കവരും കറക്റ്റ് ആണ്. ഞാൻ ടെക്സ്റ്റ് ചെയ്യും. മാം പറയാനാണോ അത് എഴുതാനാണോ പറഞ്ഞത്? ഞാൻ ടെക്സ്റ്റ് ചെയ്യാനാ പറഞ്ഞേ. അതെ. ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. നിങ്ങൾ പറയുമ്പോൾ തൊട്ടോളെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. പറ്റോ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റോ? ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറയാം മാം. ഓക്കെ. We shall meet again at Christmas. I am playing at 6 o'clock. The dance class starts at 10 o'clock. We will come to your house at Onam. They are sleeping at 9 o'clock. Yeah, okay. Correct. Okay, thank you, ma'am. Okay. Rachel, I start class. അന്തത് വായിക്കട്ടോ മീൻസ് മൊത്തം ഓട്ടത്തെറ്റായിരിക്കും. അല്ല അതല്ലേ മിച്ചതല്ല. ഐ സ്റ്റാർട്ട് ക്ലാസ് 11:30 ഈസ് അറ്റ് എന്താ ഇംഗ്ലീഷ് അച്ചാണെന്നാണോ? അച്ച് ചെയ്യും. മിസ് ഇതുവരെ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല എന്റെ ഇംഗ്ലീഷ്. I will see you next time. And the moon comes at night. He's running in school, asleep at 9 to 10 o'clock. Yeah. I start. I join the class at 11:30 എന്ന് പറയും. റീച്ചു നമുക്കിത് പഠിക്കാം. മിസ് പഠിക്കണം. പഠിക്കാം. ടെൻസ് ഒക്കെ ഒന്ന് ആവട്ടെ. അതെ, അപ്പൊ ശരിയാക്കാം. അല്ല ഇല്ല. അല്ല റീച്ചുകാർ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ. പൊട്ടച്ചാണെ അയക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ അയ്യൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. തെറ്റാണെങ്കിലും പറയാനും അയക്കാനും ഒരു മടിയില്ല ഇപ്പൊ. അതെ, നന്നായിട്ടോ. അങ്ങനെയും പഠിക്കും നമ്മൾ. എന്തായാലും ടീച്ചർ ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇംഗ്ലീഷിൽ ഇംപ്രൂവ്മെന്റ് ആകും എനിക്കൊരു ചെറിയ തോന്നലുണ്ട്. ടീച്ചർ ആവാൻ പറ്റിയ ആരാ പറഞ്ഞേ? അത് പറ്റും. അല്ല ടീച്ചർ എനക്ക് ഇങ്ങനെ ടീച്ചർ ആവേണ്ടിട്ട് മാത്രല്ല, ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് പ്രഷർ ഉണ്ട് മിസ്സേ. അപ്പൊ കുട്ടികളെല്ലാം ഒന്ന് മാനേജ് ചെയ്യാന് നമ്മളെ സ്വന്തം കുട്ടികൾ തന്നെ. അപ്പോ ഈ ക്ലാസ്സില് അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടേനു വാട്സപ്പില് മെസ്സേജ് വന്നപ്പോ. നമ്മുടെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, ഒന്നാമതായി ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ചേർന്നത്.
ഇത് കുട്ടികളെ മാത്രം അറിയാട്ടോ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മൈൻഡ് ആകെ മാറും. അതെ കാരണം നിങ്ങൾ മനസ്സിലാവും, കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ കോഴ്സിലുണ്ട്. അതെ, എനിക്ക് കുറെ മാറ്റങ്ങൾ തോന്നുന്നുണ്ട്. എല്ലാരും പറയുന്നുണ്ട് കുറെ മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യണം. സ്മാർട്ട് ജി ടീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനെയാട്ടോ, ഭയങ്കരമായിട്ട് ചേഞ്ച് വരും, നമുക്കത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സില് സാർ അങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങൾ എപ്പോ കാണുന്നവരായിരിക്കില്ല ഒരു 10 മാസം കഴിഞ്ഞ് പോകുന്നത്, അതൊരു കോൺവക്കേഷന് വരുന്നത് നിങ്ങൾ ആയിരിക്കില്ല. ഒരുപാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മാക്സിമം കോൺവക്കേഷൻ വരാൻ നോക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും. കറക്റ്റ് ആണ് കേട്ടോ, എല്ലാവരും എക്സാമ്പിൾസ് എല്ലാം കറക്റ്റ് ആണ്, കൊള്ളാം. പിന്നെന്താ, ടെക്സ്റ്റ് ചെയ്യോട്ടോ, കുറച്ച് പേരും കൂടെ ഉണ്ടല്ലോ ടെക്സ്റ്റ് ചെയ്യാനായിട്ട്. ആ മേഡം, ഇതില് ടെസ്റ്റ് ചെയ്യുമ്പോ എങ്ങനെയാ മേഡം? ടെക്സ്റ്റ് ചെയ്തതോ? ആ ഒന്ന് പറഞ്ഞേട്ടോ ആരെങ്കിലും. Anyone? ഇൻകോൾ മെസ്സേജസിൽ നിൽക്കിയാൽ മതി. ആ ആ 3 ഡോട്ട് കാണുന്നുണ്ടോ? കണ്ടില്ലേ? മിസ്സിനോട് വോയിസിൽ സംസാരിച്ചോ? മിസ് വേറെന്തെങ്കിലും തന്നായിരുന്നോ? ഞാൻ പെട്ടെന്ന് കോള് വന്ന് കട്ട് ചെയ്യണ്ട്, കേട്ടിട്ടില്ലേനു. ഒന്നും തന്നില്ല. ആ ആ ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. പക്ഷെ കുറച്ച് മെസ്സേജ് മാത്രമേ ഉള്ളൂ. വി ആർ ഗോയിങ് എവേ അറ്റ് ക്രിസ്മസ്. അതെങ്ങനെ, അതെന്റെ മീനിങ് അതോ? വി ആർ ഗോയിങ് എവേ അറ്റ് ക്രിസ്മസ്. സത്യത്തില് ഞാൻ സെന്റൻസ് വൈസ് നോക്കുന്നില്ല കേട്ടോ, ഞാൻ കറക്റ്റ് ആക്ട് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, അത് കറക്റ്റ് അല്ലേ? വി ആർ ഗോയിങ് എവേ അറ്റ് ക്രിസ്മസ് കറക്റ്റ് അല്ലേ? We are going away at Christmas. എന്താണ് ഉദ്ദേശിച്ചത്? മീനിങ് എന്താ ഉദ്ദേശിച്ചത്? വി ആർ ഗോയിങ് എവേ അറ്റ് ക്രിസ്മസ്, അത് ആ സെന്റൻസ് കറക്റ്റ് ആണോ? അല്ല, അതിന്റെ മലയാളം എന്താ ഉദ്ദേശിച്ചത് പറയാമോ?
ക്രിസ്മസിൽ എനിക്ക് ഞങ്ങൾ അതാ ഞാൻ ചോദിച്ചത്, എനിക്കറിയില്ല. അവിടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ആരാ എഴുതിയേക്കുന്നേ? ആരായിരുന്നു എക്സാമ്പിള് എഴുതിയ ആള്? ഷൈമ. ഞാൻ തന്നെയാണ്. ഗോയിങ് എവേ അറ്റ് ക്രിസ്മസ്. അത് കറക്റ്റ് ആണോ മാം? ഞാൻ ക്രിസ്മസിന് പങ്കെടുത്തുന്ന വണ്ടർഫുൾ ക്രിസ്മസിന് പങ്കെടുത്ത പോലെ അങ്ങനെ ഉദ്ദേശിച്ചത്. പോകുകയാണെങ്കിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാലും എവേ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അറ്റ് ക്രിസ്മസ് എന്ന് മാത്രം മതി അല്ലേ? ഗോയിങ് ആറ്റ് ക്രിസ്മസ് എന്ന് പറയും. ഓക്കെ ഓക്കെ. പക്ഷെ ഇത് എല്ലായിടത്തും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ടൈമിൽ മാത്രമാണ് ഈ അറ്റ് ക്രിസ്മസ് അറ്റൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് നോർമലി പറയാം ഗോയിങ് ഓൺ ക്രിസ്മസ് ഡേ അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം. ഓക്കെ, അപ്പോ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഈ അറ്റൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പൊതുവെ എന്നുള്ള മീനിങ്ങിൽ ഉദ്ദേശിച്ചതാണത്. കുഴപ്പമില്ല, കറക്റ്റ് ആണ്. ഇപ്പൊ ഐ എം ഗോയിങ് ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ക്രിസ്മസിന് പോവുകയാണ്, ഐ എം ഗോയിങ് ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, അറ്റ് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ജസ്റ്റ് ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ അത് പറയില്ലായിരുന്നു, കാരണം കുറച്ചൊരു കൺഫ്യൂഷൻ ആകും. അതർവൈസ് ഇത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ എക്സാമ്പിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു 3 പ്രപ്പോസിഷൻ നമ്മൾ പഠിച്ചത് ഇൻ, ഓൺ, ആറ്റ്. ഈ 3ഉം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അതിനെ കുറിച്ച് ഈ 3 പ്രപ്പോസിഷനെ കുറിച്ചും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റും. ഓക്കെ, എല്ലാവരും. ഫസ്റ്റ് ആരാണ്? എന്താ മിസ്സേ പറയാൻ പറഞ്ഞേ? ഇൻ, ഓൺ, ആറ്റ്. ഈ 3 പ്രപ്പോസിഷനെ കുറിച്ചും ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. സെന്റൻസ് എടുക്കാണോ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? സെന്റൻസ് പറഞ്ഞാൽ കുഴപ്പമില്ല, വേണമെങ്കിൽ പറയാം. പക്ഷെ എവിടെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് ജസ്റ്റ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയും മിസ്സേ, ഓടിക്കരുത്. അത് സ്കൂൾ പഠിച്ചതാന്നേ, വണ്ടേ പഠിച്ചതാ. അയ്യൊരു കാര്യം മാത്രം അറിയും. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളില് അകത്ത് അങ്ങനെയെല്ലാം പറയുന്നത്. മിസ് പോയാ? മിസ്സേ ഒരു മിനിറ്റ്, ഞാൻ ഈ ക്യാമറയിൽ ഇത് ഓഫ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, സംസാരിക്കുന്നവരുടെ ആയിരിക്കുള്ളൂ അത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആരൊക്കെ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നു അവരെല്ലാവരും ഫോക്കസ് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അത്? അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്ത് ഇരിക്കുന്നത്. കാരണം നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇങ്ങോട്ട് പോയിട്ട്. മിസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അകത്ത്, അതായത് ഇപ്പൊ നമ്മള് ഒരു വാഹനത്തിന്റെ ഉള്ളിൽ, അതായത് ഓട്ടോറിക്ഷ, കാറ്, പിന്നെ അല്ലെങ്കിൽ വീട്ടിനുള്ളില് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓൺ എന്ന് പറഞ്ഞാല് മുകളിൽ, അതായത് വീടിന്റെ ടെറസിന്റെ മേല, പിന്നെ ലോറിന്റെ മുകളില്, പിന്നെ മരത്തിന്റെ മുകളില്, അങ്ങനെയൊക്കെ ഓണ്. എനക്ക് മനസ്സിലായതാണ് മിസ്. പിന്നെന്താ മിസ് പറഞ്ഞേ? മിന്നു ഓണു അല്ല, തെറ്റ എറ്റ്. എറ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. എറ്റ് മനസ്സിലായിട്ടില്ല. ശരി മിസ്സേ, താങ്ക് യു. മേഡം, ഇന്നെന്ന് പറയുമ്പോ പ്രിപ്പോസിഷൻ മാസം, വർഷം അതിന് മുൻപ് യൂസ് ചെയ്യുന്നതാണ് ഇന്ന്. ഇൻ മാർച്ച്, ഇൻ ഏപ്രിൽ, ഇൻ 1909 എന്നൊക്കെ പറയും. പിന്നെ സീസൺ അതിൻ്റെ മുൻപിലും യൂസ് ചെയ്യും, ഇൻ വിന്റർ, ഇൻ സമ്മർ എന്ന്. പിന്നെ ഓൺ ആണെങ്കിൽ ഡേറ്റ്, ഡേ എന്നിവയുടെ മുൻപിലാണ് ഓൺ യൂസ് ചെയ്യുന്നത്. ഓൺ ഫ്രൈഡേ, ഓൺ August 15 എന്നൊക്കെ പറയും. പിന്നെ അറ്റാണെങ്കിൽ കൃത്യസമയം സൂചിപ്പിക്കാനാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. അറ്റ് 8 o'clock, അറ്റ് നൂൺ, അറ്റ് ഡൗൺ എന്നൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഫെസ്റ്റിവലിൻ്റെ മുൻപിൽ അറ്റ് യൂസ് ചെയ്യും. എക്സാമ്പിൾ, വി ഷോൾ മീറ്റ് അഗെയിൻ അറ്റ് ക്രിസ്മസ്. പിന്നെ വി ഷോൾ മീറ്റ് അഗെയിൻ അറ്റ് ഓണം എന്നൊക്കെ പറയും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ വിനീഷ. നെക്സ്റ്റ് ആരാ? ഞാൻ പറയാം മിസ്സേ.
Yeah, okay, MC. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിപ്പോസിഷൻസ്. അപ്പൊ പ്രിപ്പോസിഷൻ എന്ന് വെച്ചാല് എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നൗൺ ഓർ പ്രോനൗൺ ആൻഡ് അനദർ പാർട്ട് ഓഫ് ദി സെന്റൻസ്. അതിനെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് നൗണും പ്രോനൗണും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ്. അല്ലെങ്കിൽ അത് വേറൊരു സെന്റൻസുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ട് പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഇന്ന്, ഓണ്, അറ്റ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലേസ്, സീസൺസ്, മന്ത്സ്, ഇയേഴ്സ്, പിന്നെ എൻക്ലോസ്ഡ് സ്പേസ്, വീക്സ്, അവിടെ എവിടെയൊക്കെയാണ് നമ്മൾ ഈ ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. എൻക്ലോസ്ഡ് സ്പേസ് എന്നൊക്കെ എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ഈ ചെറിയ എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ വാട്ടർ ഇൻ ദ ബോട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇൻ ഉപയോഗിക്കുന്നത്. പിന്നെ സ്മോൾ വെഹിക്കിൾസിലും ഇൻ ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മൾ ഓട്ടോറിക്ഷ, കാർ ഇതിലൊക്കെ ഇൻ ഉപയോഗിക്കും. പക്ഷെ ബൈക്ക്, ബൈസൈക്കിൾ എന്നിവയിൽ ഇൻ ഉപയോഗിക്കില്ല. പിന്നെ അടുത്തത് ഓണ്. ഓൺ ഉപയോഗിക്കുന്നത് സർഫസ്, പ്രധാനമായിട്ടും പ്രതലങ്ങളില്, ടേബിള്, ഇപ്പോ ടേബിളിന്റെ മണ്ടയിൽ ഒരു വസ്തു ഇരിക്കുന്നത്, അതായത് കേറ്റീസ് ഓൺ ദ ടേബിൾ, അങ്ങനെ പ്രതലം സർഫസിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. പിന്നെ ഡേയ്സ്, ഡേറ്റ്, ലാർജ് വെഹിക്കിൾസ്, അതായത് ബസ്, ട്രെയിൻ, ലോറി അങ്ങനെയൊക്കെ ഉള്ളതിൽ സോഷ്യൽ മീഡിയസിൽ നമ്മൾ ഏത് പറഞ്ഞാലും, അതായത് മൊബൈല്, ഇന്റർനെറ്റ്, റേഡിയോ, അതൊക്കെ ഏതൊക്കെ പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. അടുത്തത് അറ്റ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടൈം, പ്ലേസ്, നൈറ്റ്, മിഡ് നൈറ്റ്, ഹോളിഡേയ്സ്, അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം, സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എന്താ പറയാ സ്പെസിഫിക് ടൈം, പീരീഡ് ഓഫ് ടൈം, അതാണ് ഹോളിഡേയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് അറ്റാണ് ഉപയോഗിക്കുന്നത്. Okay, MC. Then Clarissa. നൗൺസിനെയോ പ്രൊണൗൺസിനെയോ മറ്റു വാക്കുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് കാണിക്കുന്ന വാക്കാണ്. ഇത് സാധാരണയായി ഇൻ, ഓൺ, അറ്റ് എന്നിവയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന് ഉപയോഗിക്കുന്നത് പ്ലേസില്, ടൈമില്, മന്തില് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിന്. ഹി വാസ് ഇൻ ദ റൂം, എവിടെയാണ്, അങ്ങനെയൊക്കെ നോക്കുന്നത്. പിന്നെ വി പ്ലേ ഇൻ ദ ഈവനിങ്, ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ ഓൺ എന്ന് പറഞ്ഞാല് the preposition on is used before nouns or nouns phrase to show 3 functions. It also adverbs as well. Functions of time, preposition ടൈമില്, പ്ലേസില്, മാനറില് ഇങ്ങനെ ഉപയോഗിക്കും. പിന്നെ എക്സാമ്പിൾ ഓണിന് മുകളിൽ ആൻഡ് ഓൺ ദ ബസ്, ആൻഡ് ഓൺ ദ വെഹിക്കിൾസ്. പിന്നെ വാസ് ബോൺ ഡിസംബർ, പ്ലേസിലാണെങ്കിൽ പിന്നെ മീഡിയ, ഇങ്ങനത്തെ നമ്മൾ ഓൺ ഉപയോഗിക്കും. അറ്റ് പറഞ്ഞാല് നമുക്ക് കൃത്യസ്ഥലത്തോ കൃത്യമായ സമയത്തോ ഒരു പോയിന്റ് സൂചിപ്പിക്കുന്നതിനൊക്കെയാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. അറ്റ് ഹോം, അറ്റ് സ്കൂള്, അറ്റ് 5 o'clock, പിന്നെ അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. അറ്റ് നൈറ്റ് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾ ഹി ഈസ് അറ്റ് ഹോം, ഹി ബസ് സ്റ്റോപ്പിൽ അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഷീ ഈസ് അറ്റ് സ്കൂള്, ദ ക്ലാസ് സ്റ്റാർട്ട് അറ്റ് 9 o'clock ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. Okay. Yeah. Okay, Clarissa. Then Shaima.
പ്രിപ്പോസിഷൻസ് എന്ന് വെച്ചാൽ എ പ്രിപ്പോസിഷൻ ഷോസ് ദ റിലേഷൻ ഓഫ് എ നൗൺ ഓർ പ്രോണോൺ ടു അനദർ വേർഡ് ഇൻ എ സെന്റൻസ്. ഇപ്പോൾ ഒരു വാക്യത്തിൽ നൗൺസിനെയും പ്രോണോൺസിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിപ്പോസിഷൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കൗ ഈസ് ഇൻ ദ ഫീൽഡ്. ആ വാക്യത്തിൽ കൗവും ഫീൽഡും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് അവിടെ ഇൻ എന്ന് യൂസ് ചെയ്യണത്. ഈ ഇൻ നമ്മൾ പ്ലേസിൽ, പിന്നെ സീസൺസിൽ, ഇയർ, പിന്നെ മോർണിംഗ്, ഈവനിങ്, വീക്സിൽ, എൻക്ലോസ്ഡ് സ്പേസിൽ, സ്മോൾ വെഹിക്കിൾസിൽ എന്നിവയിലേക്ക് ഇൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി സ്റ്റേ ഇൻ ചെന്നൈ, ദ കമ്പനി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1970, ദ ഫ്ലവേഴ്സ് ബ്ലൂം ഇൻ സ്പ്രിങ്, ഐ വിൽ സീ യു ഇൻ 2 weeks. പിന്നെ എൻക്ലോസ്ഡ് സ്പേസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഓപ്പൺ അല്ലാത്ത വെഹിക്കിൾസ്, ചെറിയ വെഹിക്കിൾസിൽ, അതായത് ഓപ്പൺ അല്ലാത്ത ഉള്ളിൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കില്ലേ. ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽ, ചെറിയ ചെറിയ ഓട്ടോയുടെ ഉള്ളിൽ, അങ്ങനെ ഉള്ളിൽ എന്ന് ഉദ്ദേശിക്കുന്ന ആ എൻക്ലോസ്ഡ്, അങ്ങനെ ചെറിയ വാഹനങ്ങളിൽ മാത്രമാണ് ഇൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കീ ആർ ഇൻ മൈ പോക്കറ്റ്, അത് എൻക്ലോസ്ഡ് സ്പേസിൽ പെടുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ബാഗിൻ്റെ ഉള്ളിൽ, പോക്കറ്റിൻ്റെ ഉള്ളിൽ എന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻക്ലോസ്ഡ് സ്പേസ് യൂസ് ചെയ്യാം. പിന്നെ ഷീ ഈസ് സിറ്റിംഗ് ഇൻ ദ കാറിൻ്റെ ഉള്ളിൽ കുട്ടി ഇരിക്കുകയാണ് എന്ന് പറയണതിനും ഷീ ഈസ് സിറ്റിംഗ് ഇൻ ദ കാർ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത പ്രിപ്പോസിഷൻസ് നമ്മൾ പഠിച്ചത് ഓണാണ്. ഓണ് ഉപയോഗിക്കുന്നത് ഒരു സർഫസ്, ഫ്ലോറ്, വാൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ബോഡി പാർട്സ്, ലൊക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ, ടൈമിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ നോട്ട് ബുക്ക് ഈസ് ഓൺ ദ ഡെസ്ക്. ആ ഡെസ്കിൻ്റെ മുകളിൽ നോട്ട് ബുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഓൺ യൂസ് ചെയ്യുക. അതേപോലെ ഒരു പിക്ചർ, വാളിലൊരു പിക്ചർ ഉണ്ട്, ദർ ഈസ് എ പിക്ചർ ഓൺ ദ വാൾ, അപ്പോൾ അങ്ങനെ അവിടെയും ഓൺ യൂസ് ചെയ്യുക. പിന്നെ ടൈം വരുന്ന സമയത്ത് വി ഹാവ് എ മീറ്റിംഗ് ഓൺ ട്യൂസ്ഡേ അങ്ങനെ പറയുമ്പോഴും നമുക്ക് ടൈം യൂസ് ചെയ്യാം. പിന്നെ മീഡിയാസ് വരുമ്പോൾ, മീഡിയാസ് നമ്മൾ ഫോണ്, ഇൻ്റർനെറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും ഈ ഓൺ നമുക്ക് യൂസ് ചെയ്യാം. ദേ സ്പോക്ക് ഓൺ ദ ഫോൺ, ഫോണിലാണ് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൺ എന്നുള്ളത് യൂസ് ചെയ്യാം. പിന്നെ അറ്റ് എന്ന് പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്യുന്നത് പ്രിപ്പോസിഷൻസ് യൂസ് പ്ലേസ്, പൊസിഷൻ, ഡയറക്ഷൻ, ടൈം അങ്ങനെയൊക്കെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനും പ്ലേസും സ്ഥലം കറക്റ്റായിട്ട് വരുന്നതിലൊക്കെ നമുക്ക് ഈ അറ്റ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുന്നത് ദ ബസ് സ്റ്റോപ്പ് അറ്റ് കൊല്ലം, പിന്നെ ഷീ വാസ് ബോൺ അറ്റ് മിഡ് നൈറ്റ്, പിന്നെ ഐ വേക്കപ്പ് അറ്റ് 6 o'clock. അങ്ങനെ ആ ടൈം, കറക്റ്റായിട്ടുള്ള ടൈം, കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങൾ, ഡയറക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. താങ്ക് യു മാം. Okay, Shema. Then Steffi Joseph. Yes, ma'am. ഇന്നെന്ന് ആദ്യത്തത് ഇന്നാണ്, പ്രൊപ്പോസിഷൻ ഇന്ന്. ഇന്നെന്ന് പറയുന്നത് പ്ലേസ്, സീസൺ, മന്ത്, ഇയർ, വീക്സ്, ആഫ്റ്റർ, ഈവനിങ്, സ്മോൾ വെഹിക്കിൾസ്, ഇൻക്ലോസ്ഡ് സ്പേസ് എന്നിവയിൽ ഉപയോഗിക്കാം. അതിൽ പ്ലേസ് സീസണിനകത്ത് വരുമ്പോൾ എക്സാമ്പിൾ ഐ വിസിറ്റഡ് മൂന്നാർ ഇൻ വിന്റർ. പ്ലേസ് വരുമ്പോൾ ഐ ലീവ്സ് ഇൻ കൊച്ചി, ഹി ഈസ് ഇൻ ഫ്രാൻസ് they live, the leaves in Delhi, the pen is in my pocket അങ്ങനെ. പിന്നെ ഓൺ വരുമ്പോൾ ഡേറ്റ്, ഡേ എവിടെയൊക്കെയാണ് ഓൺ ചേർക്കുന്നത്. ഷീ വിൽ കം ബാക്ക് ഓൺ മൺഡേ, ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻസ് ഓൺ 15th August 1947 എന്നൊക്കെ വരും. പിന്നെ ഇന്നെന്ന് അടുത്തത് അറ്റ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്, പ്ലേസിൽ പറയുമ്പോൾ അറ്റ് ഉപയോഗിക്കും. സമയത്തിന് ഉപയോഗിക്കാം പ്ലേസ്, നൈറ്റ്, മിഡ് നൈറ്റ്, ഫെസ്റ്റിവൽസ്. I woke up at 5 o'clock. She called me at night. He is at the bus stop. He traveled at Easter. Okay, Steffi. Then Mufasila. ഓക്കെ മാം, നമ്മൾ ഇന്ന് പ്രപ്പോസിഷനിൽ ഇന്ന പഠിച്ചത്. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഡിനോട്ട്സ് എ പീരീഡ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ
ഇന്ത്യയിൽ നമ്മൾ ഇയർ, മന്ത്, സീസൺ അതിനൊക്കെ മെൻഷൻ ചെയ്യാനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻ വിൻ്റർ. ഇവിടെ നല്ല വിൻ്ററിൽ നല്ല തണുപ്പാണെന്ന് പറയാൻ വിൻ്റർ. പിന്നെ ഐ ഗോ ഫോർ എ വാക്ക് ഇൻ ദ മോർണിംഗ്. ഐ വിൽ വിസിറ്റ് യു ഇൻ ദി ഈവനിങ്. അങ്ങനെ ഇയറിനെയും മന്തിനെയും സീസണിനും ഒക്കെ മെൻഷൻ ചെയ്യാനാണ്. അത് രണ്ടും കൂടി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓൺ. ഓൺ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡേ ആൻഡ് ഡേറ്റിനെ നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓൺ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഐ വിൽ കം ടു യുവർ ഹൗസ് ഓൺ മൺഡേ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് മൺഡേ വരും എന്ന് പറയാൻ നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നു. ഇന്ത്യ became independent on 15th August 1947. Next is at. At is used for a certain moment or point of a time. For example, first show begins at 6 o'clock. He rang up at night. Thank you, ma'am. Okay, Mufassila, then Bismia. ഞാൻ പറഞ്ഞ ആർക്കും ഒന്നും കേട്ടില്ല. ഇവിടെ മോള് കരച്ചില്ല. Oh, okay, it's okay. Bismia. Then Divya. Divya Vishnu. Are you there? Janisha. Janisha. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കേൾക്കുന്നില്ലല്ലോ. Okay, then Jinsi. കേൾക്കാം പറയൂ ജനിഷ. Okay, next Linshi പറയൂ. Okay, ma'am. Preposition. We have learned 3 prepositions. What is preposition? It is a word used to link noun or pronoun to other words in the sentence. First, we talk about preposition in. In use ചെയ്യുന്നത് place, ഏതെങ്കിലും place, the country അല്ലെങ്കിൽ വില്ലേജിന്റെ നെയിംസ് അല്ലെങ്കിൽ സീസൺസ്, അത് വിന്റർ, സമ്മർ അങ്ങനെ സീസൺസിന്റെ മുമ്പിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് മന്ത്, ഇയർ, ഡേയ്സ്, ഇതിന്റെ ഇത് വരുന്നതിന്റെ മുൻപിൽ നമുക്ക് ഇനി യൂസ് ചെയ്യാം. പിന്നെ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ. പിന്നെ സ്മോൾ വെഹിക്കിൾസ് ലൈക്ക് ഇൻ ദ കാർ, ഇൻ ദ ഓട്ടോ. അങ്ങനെ ലാർജ് വെഹിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യത്തില്ല. പിന്നെ യൂസ് ചെയ്യുന്നത് എൻക്ലോസ്ഡ് സ്പേസ്. ഇപ്പൊ പ്ലേസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വാസ് ബോൺ ഇൻ കേരള, I live in Thrissur, I was born in Munnar. Seasons example, I went to the park in the evening, I had breakfast in the I visited Munnar in winter. പിന്നെ മോർണിംഗ്, ഈവനിങ്, അതിന്റെ എക്സാമ്പിൾ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ ഏർലി മോർണിംഗ്. പിന്നെ മന്ത്, ഇയർ, ഡേയ്സിന് മുന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഇനി യൂസ് ചെയ്യാം. അത് MT18 ക്ലാസ് started in October. The company was started in 1970. അങ്ങനെ. പിന്നെ സ്മോൾ വെഹിക്കിൾസ്, അതിന് മുന്നേ നമ്മൾ ഇൻ യൂസ് ചെയ്യും. അത് എക്സാമ്പിൾ ഐ ആം ഇൻ ദ കാർ, ഐ വെന്റ് ടു ദ സ്കൂൾ ഇൻ ഓട്ടോ, ഐ ട്രാവൽഡ് ഇൻ ദ കാർ. അങ്ങനെ. പിന്നെ എൻക്ലോസ്ഡ് സ്പേസസിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യും. അത് എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുമ്പോൾ
ലൈക്ക് കബേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിൽസ് അങ്ങനത്തെ എൻക്ലോസ്ഡ് സ്പേസ്. കീപ് യുവർ ഷൂസ് ഇൻ ദ ഷൂ റാക്ക്, കീപ് യുവർ ഡ്രസ് ഇൻ ദ കബേർഡ്, കീപ് ദ കീ ഇൻ ദ ഡ്രോയർ. അതാണ് എക്സാമ്പിൾസ്. ഇനി സെക്കൻഡ് പ്രിപ്പോസിഷൻ ഓൺ. ഓൺ സാധാരണ യൂസ് ചെയ്യുന്നത് ഡേയ്സ്, ഡേറ്റ്, പിന്നെ ലാർജ് വെഹിക്കിൾസ് അതിന് മുന്നിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. പിന്നെ ഏതെങ്കിലും സർഫസ് അതിന് മുന്നിലും, പിന്നെ മീഡിയാസ്, സോഷ്യൽ മീഡിയാസ് പോലെയുള്ള അതിൻ്റെ മുന്നിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഡേയ്സിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വാസ് ബോൺ ഓൺ 21st December. പിന്നെ ഡേറ്റിന്റെ എക്സാമ്പിൾ ആണ് ഐ വാസ് ബോൺ ഓൺ 21st December. പിന്നെ ലാർജ് വെഹിക്കിളിന്റെ എക്സാമ്പിൾ ഐ ആം ഓൺ ദ ബസ്, ഐ ആം ഓൺ ദ ട്രെയിൻ, ഐ ആം ഓൺ ദ ബൈക്ക്, അല്ലെങ്കിൽ ഐ ആം ഓൺ ദ സൈക്കിൾ അങ്ങനെ. പിന്നെ സർഫസ്, ഏതെങ്കിലും ഒരു സർഫസിന് ബിഫോർ നമ്മൾ യൂസ് ചെയ്യും. ഐ റോട്ട് എ പോയം ഓൺ ദ പേപ്പർ. പിന്നെ ഐ കെപ്റ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഓൺ ദ ടേബിൾ, അങ്ങനെ സർഫസിന്. പിന്നെ മീഡിയാസിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യും ഐ എം ബിസി, ഐ റോട്ട് അല്ലെങ്കിൽ ഐ റോട്ട് എ ആർട്ടിക്കിൾ ഓൺ എ പേപ്പർ അങ്ങനെ. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഇന്ന് പഠിച്ച പ്രിപ്പോസിഷൻ ആണ് അറ്റ്. അറ്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും പ്രിസൈസ് ടൈമിന്, അതുപോലെ പ്ലേസ് അതിനു മുന്നിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. പിന്നെ അറ്റ് നൈറ്റ് അല്ലെങ്കിൽ അറ്റ് മിഡ് നൈറ്റ്. പിന്നെ ഫെസ്റ്റിവൽസിന് മുമ്പിൽ അറ്റ് ക്രിസ്മസ്, അതൊക്കെ. പിന്നെ എക്സാക്ട് ടൈമിന് മുന്നിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ഐ വേക്കപ്പ് അറ്റ് 6 o'clock. പിന്നെ പ്ലേസ് പറയുകയാണെങ്കിൽ എക്സാക്ട് പ്ലേസിന് ബിഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റാണ്. പിന്നെ അതിന് എക്സാമ്പിള് ഹീസ് അറ്റ് ഹോം. പിന്നെ ടൈം പറയുകയാണെങ്കിൽ ഐ വിൽ മീറ്റ് യു അറ്റ് 6 PM. അതുപോലെ ക്രിസ്മസ് നമ്മൾ ഫെസ്റ്റിവൽസിന് മുമ്പ് നമ്മൾ അറ്റ് യൂസ് ചെയ്യും. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പ്രിപ്പോസിഷൻ ഈ ഇൻ ആൻഡ് ഓൺ ആക്സസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഹലോ ഓക്കെ, മിസ്സേ, ഞാൻ പറയട്ടെ. പറയൂ. എന്റെ ബ്ലൂടൂത്തിലായിരുന്നു, അത് കാരണം കട്ടായതാ. പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിലെ ഒരു വാചകത്തിലെ നൗണും മറ്റു വാക്കുകളും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിലെ ഇന്നും ഓണും മറ്റു വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു. അതിന് ഇന്ന റൂം, ഇൻ ദ ബാഗ്, ഇൻ ഇന്ത്യ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പിന്നെ സമയം സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അതിൽ മാസങ്ങള്, വർഷങ്ങള്, പിന്നെ സീസണുകള്, ഇൻ സമ്മർ, ഇൻ വിന്റർ, അതൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇത് സ്റ്റേറ്റും കണ്ടീഷനും, അതായത് ഒരാൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ അവസ്ഥ പറയാനായിട്ട് ഉപയോഗിക്കും. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പെൻ ഈസ് ഇൻ മൈ പോക്കറ്റ്, ഐ വാസ് ബോൺ ഇൻ 1994. ഇനി ഓണിനെ പറ്റി പറയുമ്പോൾ ഒരു സർഫേസിന് മുകളില് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. ഓൺ ദ ടേബിള്, ഓൺ ദ ഫ്ലോറ്, ഓൺ ദ വോള്. പിന്നെ ദിവസങ്ങൾക്കും പിന്നെ തീയതികളുടെ മുന്നിലൊക്കെ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നുണ്ട്. ഓൺ മൺഡേ, ഓൺ മൈ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. ഈ സർഫേസിന് ഡേറ്റിന്റെയും പിന്നെ ഡേയ്സ്, പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങള്, മീഡിയാസ്, ഇതിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ ഇന്ന് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഡേയ്സ് പറയുമ്പോൾ എക്സാമ്പിൾ വി ഹാവ് എ ഹോളിഡേ ഓൺ സൺഡേ, വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ August 15. ഇനി ദ ഷോപ്പ് ഈസ് ക്ലോസ്ഡ് ഓൺ സൺഡേ. പിന്നെ മീഡിയയുടെ ഇത് പറയുമ്പോൾ ഞാൻ ഫോണിൽ സംസാരിക്കുകയാണെന്ന് പറയുമ്പോൾ ഐ ആം ടോക്കിംഗ് ഓൺ ദി ഫോണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. ഇന്ന് പഠിച്ചത് അറ്റ് ഉപയോഗിക്കുന്നത് ടൈമിന്റെയും പ്ലേസ്, പിന്നെ നൈറ്റ് ഓർ മിഡ് നൈറ്റ്, പിന്നെ ഹോളിഡേയ്സും ഫെസ്റ്റിവൽസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. താങ്ക് യു മിസ്.
ഓക്കെ ജനീഷ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി അല്ലെ? 3 പ്രപ്പോസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. പിന്നെന്താ വെച്ചോ, വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് ടൈം ആയിട്ടുണ്ട്. സോ സൈനോട് പറയും. ഞാൻ പാട്ട് പാടാൻ കൂടുതൽ പാടൂല 2 ലൈന്. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കുമ്പോഴെല്ലാം ഇത് യാവതം താരാട്ടും ഉൻ കൺകളിൽ മുതൽ. താങ്ക് യു മിസ്. കഴിഞ്ഞോ? ഇതാണ് പാട്ട്. കൊള്ളാം. ആ മിസ് കഴിഞ്ഞു. കഴിഞ്ഞു. Okay, so thank you all. See you next class. Thank you miss. Thank you friends. Okay, Bye. miss. Thank you all. Bye. Thank you, ma'am.